ജനങ്ങൾ ഈ സർക്കാർ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലത്തിലുമുണ്ട്. അഞ്ചക്കം കിടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതവിടുത്തെ കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പോലും പറയും. ശക്തരിൽ ശക്തനായ എൻ ശക്തനെയാണ് നെയ്യാറ്റിൻകരയിൽ ഇത്തവണ UDF പോരാട്ടത്തിന് ഇറക്കിയിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കുക എന്നത് അത്ര എളുപ്പമാണോ? വലിയ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പോരും, ജയിച്ചു വരും. അക്കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തിൽ UDFനുണ്ടായിരുന്നത്. അത്രയും എത്തിയില്ലെങ്കിലും അതിനടുത്ത ഭൂരിപക്ഷത്തിൽ ഇത്തവണ നെയ്യാറ്റിൻകര നിയോജകമണ്ഡലം വിജയിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഒരു 5 അക്കം കടക്കും. തീർച്ചയായും 5 അക്കം കിടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതവിടുത്തെ കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പോലും പറയും. കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ പോലും പറയും. ഒരു ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിലുണ്ടെന്നോ? ഉണ്ട്. ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലത്തിലുമുണ്ട്, എല്ലാ പഞ്ചായത്തിലുമുണ്ട്, എല്ലാ പ്രദേശത്തുമുണ്ട്. ജനങ്ങൾ ഈ സർക്കാർ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. ജനങ്ങൾ ഓർമ്മിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തെ പറ്റിയാണ്, ആ കാലഘട്ടത്തെ പറ്റിയാണ്. അതുപോലൊരു ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നാൽ മാത്രമേ അത്തരത്തിലൊരു ഭരണം കേരളത്തിൽ വരികയുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്തവണ നല്ല ഭൂരിപക്ഷത്തോടുകൂടി UDFനെ അധികാരത്തിൽ കൊണ്ടുവരും. UDF അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലയിലെ സീനിയർ മോസ്റ്റ് നേതാക്കളിൽ ഒരാളാണ്. ക്യാബിനറ്റിലേക്ക് താങ്കളെയും കൂടി പരീക്ഷിക്കാമോ, അല്ലെ പ്രതീക്ഷിക്കാമോ? അതിന് ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല. എൻ്റെ നേതാക്കന്മാർ സംസ്ഥാനത്തും കേന്ദ്രത്തിലുമുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത്. അതിന് ഞാൻ മറുപടി പറയുന്നില്ല. വളരെ പ്രാക്ടിക്കലായ തന്മയത്വത്തോടുകൂടിയുള്ള ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ നെയ്യാറ്റിൻകര ഇത്തവണ വിജയിക്കുമെന്ന കാര്യത്തിൽ എൻ ശക്തന് ഒരു സംശയവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.